ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസീയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ് റജബ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചാരം നേടുന്ന ഈ മാസത്തിൻ്റെ പ്രത്യേകത ഇസ്ലാം മതം പഠിപ്പിക്കാത്ത, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കാത്ത എത്രയോ കാര്യങ്ങളാണ് ഈ മാസത്തിൽ പവിത്രതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും വാട്സാപ്പുകളിലും ഇൻസ്റ്റാഗ്രാമുകളിലും പോലെയുള്ള സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കുറുക്കു വഴികളിലൂടെ അള്ളാഹുവിലേക്ക് എളുപ്പത്തിൽ ചേരാം എന്നുള്ള വിപുല ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ചില മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും പ്രത്യേകത നൽകിയിട്ടുണ്ട്, ചില സ്ഥലങ്ങൾക്കും. അതിൻ്റെ എല്ലാം പ്രത്യേകതകളും ആദരവുകളും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദർ അതിൽപ്പെട്ട പ്രധാന ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു രാത്രിയാണ്. അതിൻ്റെ പ്രത്യേകതകളും ഫളായിലുകളും വിശുദ്ധ ഖുർആനിലും സ്വഹീഹായ ഹദീസുകളിലും വന്നിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് വിശ്വാസികൾ ജീവിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഇസ്രാ മിഅ്റാജ് പ്രവാചകരുടെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുത സംഭവമാണ്. മറ്റൊന്ന് മഖാം ഇബ്രാഹിം. അവിടെ ചെയ്യേണ്ട ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ കൂടി. ആ സ്ഥലത്ത് എന്തൊക്കെ പാടില്ല എന്നും പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഫാ മർവ അത് ഇസ്ലാമിക ചിഹ്നമാണെന്നും അത് അള്ളാഹു ആദരിച്ച സ്ഥലമാണെന്നും പഠിപ്പിക്കുന്നതോടൊപ്പം അവിടെ ചുംബനം ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരണീയമായിട്ടുള്ളത്. ഇപ്പം ലൈലത്തുൽ ഖദർ ഇന്ന രാത്രിയാണെന്ന് പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തരാത്തതുപോലെ ഇസ്രാ മിഅ്റാജ് വ്യക്തമായ രീതിയിൽ അത് ഇന്ന ദിവസമാണ് എന്നും അള്ളാഹുവിൻ്റെ ദീനിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല. റജബ് മാസത്തിൽ ചില നോമ്പുകൾ ചിലർ ആചരിക്കുന്നുണ്ട്. റജബ് മാസത്തിൽ ചില പ്രത്യേക നമസ്കാരം ചിലർ നിർവഹിക്കുന്നുണ്ട്. അതിനുള്ള തെളിവുകളൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ കലാമിലോ പ്രവാചകരുടെ ഹദീസുകളിലോ നമുക്ക് വായിക്കുവാൻ സാധ്യമല്ല. ഇസ്ലാം ദീൻ പഠിപ്പിച്ച കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക, അത് നോമ്പായിരുന്നാലും മറ്റുള്ള പുണ്യങ്ങളായിരുന്നാലും, മുഹറം മാസത്തിലെയും അറഫ ദിവസത്തെയും അതുപോലെ തിങ്കൾ വ്യാഴം നോമ്പുകൾ, ഇതെല്ലാം പ്രമാണങ്ങളിൽ വന്നതാണ്. അത് ജീവിതത്തിൽ അടയാളപ്പെടുത്തിക്കൊണ്ട് വേണം അള്ളാഹുവിലേക്ക് അടുക്കുവാൻ. റജബിന്റെ പ്രത്യേകതയായി വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ 36-ാമത്തെ ആയത്ത്, അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസം തന്നെ അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയത് 12 മാസമാണ്. മിൻഹ അർബഅത ഹുറും. ആ 12 മാസങ്ങളിൽ 4 മാസം അത് പവിത്രതയുള്ളതാണ്, അത് ആദരണീയമായ 4 മാസമാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ നാം വായിക്കുന്നത് 5550-ാം നമ്പർ ഹദീസ്, 4 മാസമാണ് മിൻഹ അർബഅത ഹുറും എന്നുള്ള വിശേഷണത്തിൽ. അത് ദുൽഖഅദയും ദുൽഹജ്ജയും മുഹറമും റജബുമാണ്. മുശ്രിക്കുകൾ പോലും ഈ റജബിനെ ആദരിച്ചുവെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. റജബ് മാസം പവിത്രമാണ് എന്ന് പഠിപ്പിച്ച പരിശുദ്ധ ദീനുൽ ഇസ്ലാം ആ റജബ് മാസത്തിൽ പ്രത്യേകത കൽപ്പിച്ചതായി സ്വഹീഹായ ഒരൊറ്റ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധ്യമല്ല.
ഇന്ന് ജനങ്ങൾക്ക് പലരും പഠിപ്പിച്ചു കൊടുക്കുന്നത് ജനങ്ങൾ നന്നാകുവാൻ വേണ്ടിയാണ്. നമസ്കരിച്ചുകൊണ്ട് ജനങ്ങൾ നന്നാകട്ടെ, നോമ്പ് പിടിച്ചുകൊണ്ട് ജനങ്ങൾ നന്നാകട്ടെ. ആ പഠിപ്പിക്കുന്ന നമസ്കാരവും നോമ്പും ഇസ്ലാം പഠിപ്പിക്കാത്തതായിരിക്കും. ഇസ്ലാം ദീനിൻ്റെ ഒരു പ്രത്യേകത, മതത്തിൽ ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും അത് വിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളിലും സുവ്യക്തമായി വന്നതാകണം. ഓരോരുത്തരുടെയും അഭീഷ്ടക്കൊത്ത് അവരുടെ ഇഷ്ടപ്രകാരം ആരായിരുന്നാലും അത് ചെയ്യുവാൻ സാധ്യമല്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. മനുഷ്യരെ വലാലത്തിൽ നിന്നും സന്മാർഗത്തിലേക്ക് നയിക്കുവാൻ വന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ നന്നാക്കുവാനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അമലും പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വളരെ ഗൗരവത്തോടുകൂടി മുസ്ലിം സമുദായം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അന്ധകാരത്തിൽ അകപ്പെട്ടിരുന്ന ആ ഒരു സമൂഹത്തെ നന്നാക്കുവാനായി പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്തിഷ്കത്തിൽ നിന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഒരു അമല് പോലും ആ സമൂഹത്തെ പഠിപ്പിച്ചില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ വ്യതിരിക്തതയും അതിൻ്റെ ഗരിമയും. മനുഷ്യർ നന്നാകുവാനായിട്ട് പ്രവാചക താങ്കളെങ്ങാനും നാം കൽപ്പിക്കാത്ത ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിച്ചാൽ ശക്തമായ താക്കീത് അള്ളാഹുവിൻ്റെ കലാമിൽ കൂടി പ്രവാചകരെ പഠിപ്പിക്കുകയാണ്. 69-ാം അധ്യായം സൂറത്തു അൽ-ഹാഖ, അതിന് 44 മുതലുള്ള ആയത്തുകൾ. ഞാൻ ഈ ആയത്തുകളുടെ ഭാഷാർത്ഥം പറയുന്നത് സമസ്തയുടെ ഒരു വലിയൊരു പണ്ഡിതന്റെ ഖുർആൻ ഭാഷയിൽ നിന്നാണ്. ബഹാവുദ്ദീൻ നദ്വി കൂരിയാടി എന്ന് പറയുന്ന സമസ്തയുടെ ഉന്നതനായ ഒരു പണ്ഡിതൻ രചിച്ച ഖുർആൻ വിവർത്തനം എന്ന് പറയുന്ന ഒരു തഫ്സീറിൽ നിന്നാണ് ഈ പറഞ്ഞ ആയത്തിന്റെ അർത്ഥം വായിച്ചു കേൾപ്പിക്കുന്നത്. വലൗ തഖവ്വല അലൈനാ ബഅലൽ അഖാവീൽ, അല്ലയോ പ്രവാചക, നാം പറയാത്ത ഒരു കാര്യം താങ്കൾ പറഞ്ഞാൽ, അല്ലാഹു പറയുകയാണ്, ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലത് കൈകൊണ്ട് നിന്നെ പിടികൂടും. ആര് പറയുന്നു? ജല്ല ജലാലഹു പറയുകയാണ്. നമ്മുടെ വലത് കരം കൊണ്ട് നിന്നെ പിടികൂടും. സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ, നിന്റെ ജീവനാഡിയെ നാം മുറിച്ചു കളയും. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, നിന്നെ രക്ഷപ്പെടുത്തുവാൻ, നിന്നെ പ്രതിരോധിക്കുവാൻ ഒരാളും ഉണ്ടാവുകയില്ല മുഹമ്മദ് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അള്ളാഹുവിൻ്റെ കലാമിലെ 4 ആയത്തുകളാണ്. മനുഷ്യരെ നന്നാക്കുവാനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവാചകനായിരുന്നാൽ പോലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനയില്ലാതെ കൽപ്പിക്കുവാൻ പാടില്ല. അങ്ങനെയെങ്ങാനും കൽപ്പിച്ചാൽ നമ്മുടെ വലത് കരം കൊണ്ട് നിന്നെ പിടികൂടി നിന്റെ ജീവനാടിയെ മുറിച്ചു കളയും. നിന്നെ സഹായിക്കുവാനോ പ്രതിരോധിക്കുവാനോ ആരും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി നമ്മെ പഠിപ്പിക്കുകയാണ്. അത് സകല പ്രവാചകന്മാർക്കും അള്ളാഹു നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശമാണ്. 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 73-ാമത്തെ വചനവും നാം പലവരും മനസ്സിലാക്കിയതാണ്. നമ്മുടെ കൽപ്പന പ്രകാരമാണ് മാർഗദർശനം ചെയ്യുന്ന നേതാക്കന്മാരായി പ്രവാചകന്മാരെ നാം നിയോഗിച്ചത്. വജഅൽനാഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ വഔഹൈനാ ഇലൈഹിം ഫിഅലൽ ഖൈറാത്ത് വഇഖാമസ് സ്വലാ വഇതാഅസ് സക്കാ. നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, ഫിഅലുൽ ഖൈറാത്തുകളാകട്ടെ, ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളെല്ലാം കൽപ്പിച്ചത് അല്ലാഹുവാണ്. ഇത് നല്ല ഒരു കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രവാചകന് പോലും ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള അധികാരം അള്ളാഹു നൽകിയിട്ടില്ല. അതാണ് ഇസ്ലാം മതത്തിൻ്റെ വലിയ ഒരു വ്യതിരിക്തത, ഒരു പ്രത്യേകത. അതാണ് മറ്റുള്ള മതം പോലെയല്ല. സുന്നഹദോസുകൾ കൂടി, സഭാ സമ്മേളനങ്ങൾ കൂടി, വർഷാവർഷങ്ങൾ നിയമങ്ങൾ മാറ്റിമറിക്കുന്ന ഒരു തലമല്ല ഇസ്ലാം ദീൻ. ഇസ്ലാമിൻ്റെ പ്രത്യേകത 1400 വർഷങ്ങൾക്ക് മുമ്പ് അത് പൂർത്തിയാക്കപ്പെട്ടു. ഏത് നിയമവും, അതിലുള്ള ഒരു നിയമം നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ അനുസരിച്ചുകൊണ്ട് എടുത്തു മാറ്റുവാനോ കൂട്ടിച്ചേർക്കുവാനുള്ള അധികാരം ഒരാൾക്കും അല്ലാഹു തആല നൽകിയിട്ടില്ല.
അത് ഇസ്ലാമിൻ്റെ കേമത്വമാണ്, ഇസ്ലാമിൻ്റെ മഹിമയാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ഷാത്തിബി റഹ്മഹുല്ലാഹ് തൻ്റെ ഇഅ്തിസാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത്, ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഇത് നല്ല കാര്യമാണ്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അതൻ യറാഹാ ഹസനതൻ. ഒരു മനുഷ്യൻ വിചാരിക്കുന്നു നല്ല ഒരു കാര്യമല്ലേ, അങ്ങനെ നല്ല ഒരു കാര്യമെന്നും പറഞ്ഞുകൊണ്ട് ദീനിൽ ആരെങ്കിലും നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ചാൽ അവൻ വാദിക്കുകയാണ് ഫഖദ് സഗമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അള്ളാഹുവിന്റെ പ്രവാചകർ ഈ ദീനിൽ വഞ്ചന കാണിച്ചുവെന്നാണ് അവൻ വാദിക്കുന്നത്. കാരണം അന്നല്ലാഹ യഖൂൽ, അല്ലാഹു ജല്ല ജലാലഹു പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇസ്ലാം മതത്തെ പൂർത്തിയാക്കി എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് നിറവേറ്റി തന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ മതമായി തൃപ്തിപ്പെട്ടു തന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആന്റെ പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന്റെ അന്ന് എന്തൊക്കെ ദീനുണ്ടോ അതെല്ലാം ദീനാണ്, എന്തൊക്കെ ദീനില്ലയോ അതൊന്നും ദീനില്ല. ശേഷം ഇമാം മാലിക് റഹ്മഹുല്ലാഹ് പറയുന്നതായി ഇമാം ഷാത്തിബി റഹ്മഹുല്ലാഹ് രേഖപ്പെടുത്തുകയാണ്, ഫമാലക്കും യൗമഇദിൻ ദീനാ ഫലാ യകൂനുൽ യൗമ ദീനാ. അന്ന് ഏതാണോ ദീൻ അതാണ് ലോകാവസാനം വരെയും. അന്ന് ഏതൊന്ന് ദീനല്ലയോ അത് തന്നെയാണ് ഖിയാമത്ത് നാൾ വരേക്കും ദീനല്ലാത്തത്. അതാണ് വിശ്വാസികളെ ഇസ്ലാമിൻ്റെ വ്യതിരിക്തത, ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ ഗരിമയും അവിടെയാണ് നിലകൊള്ളുന്നത്. ഇസ്ലാം മതത്തിൽ ഒരാൾക്കും നല്ലത് എന്ന് അത് നോമ്പാകാം, നമസ്കാരമാകാം, മറ്റേതെങ്കിലും സുഹൃതങ്ങളാകാം, ഒരിക്കലും പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇത്ര ഗൗരവത്തോടുകൂടി പറയുവാനുണ്ടായ കാരണം? നമ്മുടെ സമൂഹവും സമുദായവും അതിലെ പുരോഹിതന്മാരും ഇത് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് നല്ല കാര്യങ്ങൾ ആർക്കും ദീനിൽ നടപ്പിലാക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു വൃഥാ വ്യാമോഹമാണ്. ഇത് നോക്കൂ, ഇതെന്തുകൊണ്ടാണ് ഖുത്ബ പോലെയുള്ള പരിശുദ്ധമായ ഇബാദത്തിൽ ഈ തെളിവുകൾ പറയുന്നത്? ഉൾക്കൊള്ളുവാൻ. ഇർഷാദുൽ ഇബാദ് എന്ന് പറയുന്ന ഗ്രന്ഥം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം കേരളത്തിലെ പള്ളി ദർസുകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കൊച്ചു കിതാബാണ് ഇർഷാദുൽ ഇബാദ്. അതിൻ്റെ മലയാള വിവർത്തനമാണിത്. ഇത് പ്രസിദ്ധീകരിച്ചതാകട്ടെ കേരളത്തിലെ പ്രബലമായ ഒരു സമസ്തയുടെ സംഘടനയാണ്. ഈ പ്രസ്തുത ഗ്രന്ഥത്തിൽ പറയുന്നത് നോക്കൂ, ചില നമസ്കാരങ്ങളെക്കുറിച്ചും ചില നോമ്പുകളെക്കുറിച്ചും കുറ്റകരവും ആക്ഷേപാർഹവുമായ ചില പുത്തൻ നമസ്കാരങ്ങളുണ്ട്. അത് ചെയ്യുന്നവരെ അതിൽ നിന്നും തടയൽ ഭരണാധികാരികൾക്ക് നിർബന്ധമാണ്. റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ഇശാ മഗ്രിബിനിടയിലെ 12 റക്അത്ത് റഗായിബ് നമസ്കാരം, ശഅബാൻ പകുതിയുടെ രാത്രി അഥവാ ബറാത്ത് നമസ്കാരം, ബറാത്ത് രാവ്, അതിലെ 100 റക്അത്ത് നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്നും ഇന്ന നമസ്കാരം എന്ന് നിജപ്പെടുത്താതെ റമളാൻ അവസാന വെള്ളിയാഴ്ച നടത്തുന്ന 17 റക്അത്ത്, മുഹറം 10, 4 അതിലധികമോ റക്അത്തുള്ള സ്പെഷ്യൽ നമസ്കാരം, ഇത്തരം നമസ്കാരങ്ങളെ പറ്റി വന്ന ഹദീസുകളെല്ലാം, ചില ഹദീസുകൾ വന്നിട്ടുണ്ട്, ചില കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത്, അത്തരം ഹദീസുകളെല്ലാം വ്യാജവും തള്ളപ്പെടേണ്ടതുമാണ്. അതിൽ ആരും വഞ്ചിതരാകരുത്. ശ്രേഷ്ഠതകൾ വാരിക്കൂട്ടുവാനും മിഥ്യകൾ വെടിയുവാനും അള്ളാഹു നമുക്ക് തുണ നൽകുമാറാകട്ടെ. എന്നിട്ട് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ മറ്റൊരു കാര്യവും കൂടി ഉണർത്തുകയാണ് മുസ്ലിംകളോട്. പള്ളി ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഉണർത്തുകയാണ്. ബറക്കത്തിന് വേണ്ടിയും ബഹുമാനിച്ചും വിളക്ക് കത്തിക്കൽ ഹറാമാണ്. ഖബറിന്റെ അടുക്കൽ നിന്ന് വിളക്കുകളുണ്ടല്ലോ, അരുതേ എന്ന് പറയുമ്പോഴേക്കും ഇവർ പറയുന്നത് ആ പുത്തൻവാദി വന്നിരിക്കുകയാണ്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം എഴുതിയ ഗ്രന്ഥത്തിലാണ്, ഇർഷാദുൽ ഇബാദിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബറക്കത്തിന് വേണ്ടിയും ബഹുമാനിച്ച് വിളക്ക് കത്തിക്കലും ഹറാമാണ്.
എന്തുകൊണ്ടാണ് ഇത്തരം ആചാരങ്ങൾക്ക് ഇസ്ലാം വിലക്കുന്നു, ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല? അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഒരു മനുഷ്യൻ ദീനുൽ ഇസ്ലാമിൽ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കർമ്മം ചെയ്യുവാൻ പ്രേരിതനായാൽ അവൻ അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദീനിൽ വഞ്ചന കാണിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത്. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ, എത്ര വ്യക്തമാണ് ഈ വിഷയം. റജബ് മാസത്തിലാണല്ലോ നാം ഇപ്പോഴുള്ളത്. ഹിജ്റ 773. എത്ര വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി? ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാനായ ഒരു മുഹദ്ദിസാണ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ്. അദ്ദേഹം ഒരു ചെറിയ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ആ കിതാബിന്റെ പേര്? തബ്യീനുൽ അജബ് ബിമാ വറദ ഫീ ഫളിൽ റജബ്. റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയായി വന്നതിനെ അത്ഭുതപ്പെടുത്തുന്ന ഗ്രന്ഥം. അത്ഭുതമാണ് ഈ ഗ്രന്ഥം. എപ്പോഴെഴുതിയതാ? 700 വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ പറയുകയാണ് അദ്ദേഹം, ലം യരിദ് ഫീ ഫളിൽ ശഹ്ർ റജബ്. റജബ് മാസത്തിന്റെ ഫളിൽ വിവരിക്കുന്ന ഒരു ഹദീസും വന്നിട്ടില്ല. വലാ ഫീ സുയാമിഹി. റജബ് മാസത്തിൽ പ്രത്യേകമായ നോമ്പെന്ന് പറയുന്ന ഒരു സമ്പ്രദായവും പരിശുദ്ധ ദീനിലില്ല. വലാ ഫീ സുയാമി ശൈഇൻ മിൻഹു മുഅയ്യനുൻ. അതിനെ ബലം നൽകുന്ന ഒരു നോമ്പ് പോലും പ്രത്യേകതയുള്ളതായി റജബിൽ ഒരൊറ്റ ഹദീസും വന്നിട്ടില്ല. വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജതി. സ്വഹീഹായതോ തെളിവിന് കൊള്ളുന്നതോ ആയ ഒരൊറ്റ ഹദീസും ഈ വിഷയത്തിൽ വന്നിട്ടില്ല. ഫഹിയ അലാ ഖിസ്മൈനി. ഈ വിഷയത്തിൽ 2 ഭാഗമുണ്ട്. ചില റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അത് 2 വിഭാഗമായി തിരിക്കാം. ലഈഫത്തുൻ, ഒന്നുകിൽ അതിൽ ദുർബലമാണ്, വ മൗളൂഅത്തുൻ, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഹദീസുകളാണ്. ഇനി എന്തു വേണം സഹോദരങ്ങളെ? മെഹറാജ് നോമ്പ് ഈ റജബിലാണ് ചില ആൾക്കാരുകൾ അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ഒരു നോമ്പ് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അതിൽ വഞ്ചിതനാകരുത് എന്നാണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം അദ്ദേഹത്തിൻ്റെ ഇർഷാദുൽ ഇബാദിൽ രേഖപ്പെടുത്തുന്നത്. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇസ്ലാമിൻ്റെ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന ചില ആൾക്കാർ റജബിന് ചില പ്രത്യേകതകൾ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കാത്ത ചില നോമ്പുകൾ അനുഷ്ഠിച്ചു. ഇത് കണ്ടുകൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ത് ചെയ്തെന്നറിയുമോ? പനയോല കൊണ്ട് ആ മനുഷ്യരെ അടിച്ചുവെന്നാണ്. പനയുടെ കമ്പുകൊണ്ട് അദ്ദേഹം നോമ്പനുഷ്ഠിക്കുന്നവരുടെ കൈകളിൽ അടിക്കുകയും വലിയ ഒരു പാത്രത്തിൽ ഭക്ഷണം വയ്ക്കുകയും ആ ഭക്ഷണം തിന്നുവാൻ കൽപ്പിക്കുകയും ചെയ്തതാരാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാരണം അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാത്ത ഒരു നോമ്പ് നമുക്ക് ആവശ്യമില്ല. ഇതെവിടെയാ രേഖപ്പെടുത്തിയത്? ഹിജ്റ 235 ജീവിച്ച് വഫാത്തായി പോയ മഹാനായ ഇബ്നു അബീ ഷൈബ റഹ്മഹുള്ളയുടെ മുസന്നിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഗൗരവമുള്ള കാര്യമാണ് സഹോദരങ്ങളെ. ഈ റജബിൻ്റെ പ്രത്യേകത അന്ന് ആ കാലഘട്ടത്തിൽ 700 വർഷങ്ങൾക്ക് മുമ്പ് ചില ജനങ്ങൾ ചില ദുർബലമായ ഹദീസിൻ്റെ വെളിച്ചത്തിൽ അവർ അനുഷ്ഠിക്കുവാൻ തുടങ്ങി. അതിനെ റദ്ദ് ചെയ്തുകൊണ്ടാണ് അസ്കലാനി റഹ്മഹുല്ലാഹ് ഒരു ഗ്രന്ഥം തന്നെ രേഖപ്പെടുത്തുന്നത്. ആ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഒരു സംഭവം കൊണ്ടുവരികയാണ്. അബുൽ ബറക്കാത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഹജർ അസ്കലാനിക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു മനുഷ്യനാണ് അബുൽ ബറക്കാത്ത്, അനുഗ്രഹങ്ങളുടെ പിതാവ് എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു പേര് സ്വീകരിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുത്താൽ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു വീടുണ്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ദുർബലമായ ഹദീസ് കൊടുത്തുകൊണ്ട് ഇബ്നു ഹജർ അസ്കലാനി അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. മേൽ സൂചിപ്പിച്ച ഈ മനുഷ്യൻ
ലാ ബാറക്കല്ലാഹു ഫീഹി, അള്ളാഹു ആ മനുഷ്യന് ഒരു ബറക്കത്തും നൽകാതിരിക്കട്ടെ. ആർക്ക്? അബൂബറക്കത്ത് എന്ന് പേരുള്ള ഒരു മനുഷ്യൻ അള്ളാന്റെ റസൂലിന്റെ പേരിൽ ഒരു വ്യാജമായ ഹദീസാകട്ടെ റജബ് മാസത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുത്താൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് നൽകും എന്നൊരു ഹദീസ് ആരോ പറഞ്ഞതായി എഴുതി വെച്ച അബൂബറക്കത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ലാ ബാറക്കല്ലാഹു ഫീഹി, അങ്ങനെ എഴുതിയ ആ മനുഷ്യന് അള്ളാഹു ഒരു ബറക്കത്തും ചെയ്യാതിരിക്കട്ടെ. നോക്കൂ അതിൻ്റെ ഗൗരവം. അതുകൊണ്ടാണ് പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയത്. മഹാനായ താബിഈ പണ്ഡിതനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി തൽബീസ് ഇബ്ലീസ് പറയുന്ന ഗ്രന്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ പറയുകയാണ്, അൽ ബിദ്അത്തു അഹബ്ബ ഇലാ ഇബ്ലീസ മിനൽ മഅസിയ്യ. ഇബ്ലീസിന് ഏറ്റവും ഇഷ്ടം തെറ്റുകൾ ചെയ്യുന്നവനേക്കാളും ബിദ്അത്ത് ചെയ്യുന്നവനോടാണ്. കാരണം എന്താ? വൽ മഅസിയ്യതു യുതാബു മിൻഹാ, തെറ്റ് ചെയ്തവൻ ഒരുപക്ഷെ തൗബ ചെയ്തേക്കാം. വ്യഭിചാരം, അതുപോലെ തന്നെ കളവ്, പരദൂഷണം പറയുക, അതുപോലെ സിന, അങ്ങനെയുള്ള തെറ്റുകൾ കുറ്റങ്ങൾ ചെയ്യുന്നവൻ അതിൽ നിന്നും വിരമിച്ചതിന് ശേഷം തൗബ ചെയ്തേക്കാം. യുതാബു മിൻഹാ വൽ ബിദ്അത്തു ലാ യുതാബു മിൻഹാ, ഈ ബിദ്അത്ത് ചെയ്യുന്നവൻ തൗബ പോലും ചെയ്യുകയില്ല. അതുകൊണ്ടാണ് ഇബ്ലീസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ്? ബിദ്അത്ത് ചെയ്യുന്നവനോടാണ്. കളവ് ചെയ്യുന്നവനേക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്നവനാണ്. ഇത് ഇസ്ലാം പഠിപ്പിച്ച ഒരു മൗലികമായ ഒരു വിഷയമാണ് സഹോദരങ്ങളെ. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്തത് ദീനിൽ ചെയ്യുവാനുള്ള അധികാരം ആർക്കുമില്ല. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതെല്ലാം പഠിപ്പിച്ചുകൊണ്ടാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. നരകത്തിൽ നിന്നും അകറ്റുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മഹുല്ലാഹ് പറയുന്നതായി അതേ ഗ്രന്ഥത്തിൽ പറയുന്നു, മൻ അഹബ്ബ സ്വാഹിബ ബിദ്അത്തൻ, ഒരു ബിദ്അത്തുകാരനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, ഗൗരവമാണ് വിശ്വാസികളെ വിഷയം, അഹ്ബതല്ലാഹു അമലഹു, അവൻ്റെ അമലുകളെ അല്ലാഹു തആല പൊളിച്ചു കളയുമെന്നാണ്. തഹജ്ജുദായിരിക്കാം, നോമ്പായിരിക്കാം, സുഹൃതങ്ങളായിരിക്കാം, അള്ളാഹു അവൻ്റെ അമലുകളെ പൊളിച്ചു കളയും. വഅഖ്റജ നൂറുൽ ഇസ്ലാമി മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ നിന്നും ഇസ്ലാമിക പ്രകാശത്തെ അള്ളാഹു ഊരിയെടുത്തു കളയുമെന്നാണ്. അതാണ് ബിദ്അത്തിൻ്റെ ഗൗരവം. നാം ഈ കഴിഞ്ഞ ആഴ്ചകളിലായി 2 യാത്രകളെ സംബന്ധിച്ച് ചർവണമായി കേരളത്തിൽ പത്രങ്ങളും അതുപോലെയുള്ള മാധ്യമങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു യാത്ര കഴിഞ്ഞു, മറ്റേ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ചുവല്ലോ സഹോദരങ്ങളെ, ഈ 2 യാത്രകളുടെയും നേതാക്കന്മാർ കേരള മുസ്ലിംകളോട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ആദ്യം നടത്തിയ ആ യാത്രയിലെ നായകൻ പറഞ്ഞു എന്താണ്? ബിദ്അത്തുകാരെ വെറുക്കരുത്, നാം വെറുക്കേണ്ടത് ആ ബിദ്അത്തിനെയാണ്. നമ്മുടെ വീടിൻ്റെ അയൽവക്കത്ത് ഒരു ബിദ്അത്തുകാരൻ താമസിക്കുകയാണെങ്കിൽ അവനെ വെറുക്കരുത്, മാനുഷിക പരിഗണനയെല്ലാം നൽകണം, അവനെ നാം സ്നേഹിക്കണം, അവനെ നാം വെറുക്കരുത് എന്നൊക്കെയാണ് ആദ്യം നടത്തിയ ആ യാത്രയുടെ നായകൻ പറഞ്ഞത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ യാത്രയുടെ ഉപനായകൻ എന്താ പറഞ്ഞത്? അയാൾക്ക് തെറ്റുപറ്റി, ബിദ്അത്തിനെ വെറുക്കുന്നത് പോലെ ബിദ്അത്ത് ചെയ്യുന്നവനെയും വെറുക്കണം. യഥാർത്ഥത്തിൽ ആരാണ് സഹോദരങ്ങളെ ബിദ്അത്ത് ചെയ്യുന്നത്? 2 കൂട്ടരും ബിദ്അത്തിന്റെ ആൾക്കാരാണ്. ജീവിതത്തിലെ മുച്ചൂടും എല്ലാ ബിദ്അത്തുകളുടെയും ഉത്ഭവ കേന്ദ്രം ഈ 2 നേതാക്കന്മാരുമാണ്. ഇത് വെറുതെ പറയുകയല്ല. ഇവർ 2 പേരുടെയും ആൾക്കാരിൽ, അവരുടെ സംഘടനകളിലാണ് ബിദ്അത്തുകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. എത്ര ഉദാഹരണങ്ങൾ വേണം? ജുമഅയുടെ സമയപരിധിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാ, നേരത്തെ പറഞ്ഞ മഹാനായ ഒരു മുഹദ്ദിസാണ്. അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിളുൽ അസ്രി അബുൽ ഫളൽ അഹ്മദ് ഇബ്നു ഹജർ, കാലഘട്ടത്തിന്റെ ഇമാമായ ഹാഫിളായ ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലയോട് ഒരാൾ ചോദിച്ചു, അൻ അമലുൽ മൗലിദി ഫഅജാബ ബിമാ നസ്സഹു,
നബിദിനത്തെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? എപ്പോഴാണ് ചോദിക്കുന്നത്? 700 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുള്ളയോട് ഒരാൾ ചോദിക്കുകയാ, ഈ അമലുൽ മൗലിദിനെ കുറിച്ച്, നബിദിനത്തെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? മറുപടി, അസ്ലു അമലുൽ മൗലിദി ബിദ്അത്തുൻ. മൗലിദിന്റെ അടിത്തറ എന്ന് പറയുന്നത് അത് ബിദ്അത്താണ്. എന്തുകൊണ്ട്? ലം തുൻഖൽ അൻ അഹദും മിനസ് സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ. സ്വഹാബികളിൽ നിന്നും ഒരാൾ പോലും, അനുഗ്രഹീതരായ 3 നൂറ്റാണ്ടുകളിൽ ഒരാൾ പോലും ഈ നബിദിനം ആഘോഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ അമലുൽ മൗലിദ്, നബിദിനം എന്ന് പറയുന്നത് ബിദ്അത്താണ്. ഈ 2 നേതാക്കന്മാരുടെയും സംഘടനകൾ അംഗീകരിക്കുമോ? ഇനി ബാങ്കിൻ്റെ മുമ്പുള്ള സ്വലാത്ത്, നമ്മുടെ പള്ളികളിലൊക്കെ ബാങ്ക് ആരംഭിക്കുന്നതിന്, അദാൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആര് പഠിപ്പിച്ചു? ഹിജ്റ 900 കാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നു ഹജർ ഹൈസമി റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്ര എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്, ബാങ്കിന് മുമ്പുള്ള സ്വലാത്തുകൾ നിങ്ങൾ കേട്ടാൽ അത് ഭരണാധികാരികൾ തടയണം. കാരണം തെളിവില്ലാതെ മതത്തിൽ നിയമമുണ്ടാക്കലാണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞു നോക്കി ഈ കാര്യം ഇവരോട്. ദാ വന്നു പുത്തൻവാദി. 500 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഇബ്നു ഹജർ ഹൈസമിയുടെ മറുപടിയാണിത്. ബാങ്കിന് മുമ്പ് ആരെങ്കിലും സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ആ ചൊല്ലുന്നവനെ തടയണം, വേണ്ടി വന്നാൽ അവനെ അവിടെ നിന്ന് മാറ്റിക്കളയണം. അംഗീകരിക്കുമോ ഇവർ? അത് ബിദ്അത്താണ്. ഇനി മരിച്ച വീട്ടിൽ ഭക്ഷണം നൽകുക, 3, 7, 40 ആണ്ട് അങ്ങനെയുള്ള ഈ മരിച്ച വീട്ടിൽ നേർച്ച നേർന്നുകൊണ്ട് അവർക്ക് ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നത്? വഅമ്മാ ഇസ്ലാഹു അഹ്ലിൽ മയ്യിത്ത് തുആമൻ വജംഉ നാസി അലൈഹി ഫലം യുൻഖൽ ഫീ ഷൈഇൻ വഹുവ ബിദ്അത്തുൻ ഗൈറു മുസ്തഹബ്ബത്തിൻ. മരിച്ച വീട്ടുകാർ ജനങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ അത് ബിദ്അത്താണ്, നല്ലതല്ലാത്ത ബിദ്അത്താണ്. ഇവർ അംഗീകരിക്കുമോ? ഈ 2 നായകന്മാരുടെയും അനുയായികൾ അംഗീകരിക്കുമോ? ഇനി മറ്റൊരു കാര്യം നോക്കൂ സഹോദരങ്ങളെ, വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് മുമ്പുള്ള ഈ മലയാള പ്രസംഗം, ആ മലയാള പ്രസംഗത്തിന് വേണ്ടി മാത്രം 1000കണക്കിന് രൂപ കൊടുത്തു ചില മൂല്യാക്കന്മാരെ പള്ളികളിലേക്ക് കൊണ്ടുവരികയാ. ഏതിനു വേണ്ടി? ഈ ബിദ്അത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി. ഖുതുബയ്ക്ക് മുമ്പുള്ള ഈ തറപ്രസംഗം നടത്തുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് ഈ സമസ്തക്കാരുടെ വാദം. ഇന്ന് നമ്മുടെ പരിസരങ്ങളിലുള്ള ഏത് പള്ളികളിലാണ് ഈ ഖുതുബയ്ക്ക് മുമ്പുള്ള തറപ്രസംഗം ഇല്ലാത്തത്? അത് ബിദ്അത്താണല്ലോ. ഇവർ തന്നെ പറയുകയാ, ഇതിനെതിരെ മൗനം പാലിച്ചാൽ അവരെയും അള്ളാഹു ശപിക്കും. ആ ശാപം കിട്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് ചില അഹ്സനുമാരെയും ചില പണ്ഡിതന്മാരെയൊക്കെ നല്ല വാചാലതയോടുകൂടി സംസാരിക്കുന്നയാള് എന്നും പറഞ്ഞുകൊണ്ട് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി മാത്രം ഈ തറപ്രസംഗത്തിന് വേണ്ടി കൊണ്ടുവരുന്ന നമ്മുടെ നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അംഗീകരിക്കുമോ ഇത് ബിദ്അത്താണെന്ന്? ഇനി ഖബറിനെ ചുംബിക്കുക എന്നുള്ളത് അത് അനിസ്ലാമികമാണ്, അത് ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ചര്യയാണെന്ന് പറയുന്നതാരാ? മഹാനായ മുഹയ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി. അംഗീകരിക്കുമോ ഇവർ? ഖബറുകളെ മുത്തുന്നത് അദബുകേടാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതനാണ് ഇപ്പോൾ കേരള യാത്ര നയിക്കുന്നത്. അംഗീകരിക്കുമോ ഇവർ? ഇനി സുബഹിലെ ഖുനൂത്ത്, എന്തുകൊണ്ടാണ് സലഫി മസ്ജിദുകളിൽ ഖുനൂത്ത് ഇല്ലാത്തത്? പ്രാർത്ഥനയോടുള്ള ചതുർത്ഥി കൊണ്ടാണോ? പ്രാർത്ഥനയോടുള്ള എന്തെങ്കിലും വിദ്വേഷം കൊണ്ടാണോ? ഇല്ല സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നത് കൊണ്ടാ. അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ നിന്നും മഅ്മൂമായി നമസ്കരിച്ച 4 ഖലീഫമാരുടെ പിന്നിൽ നിന്നും മഅ്മൂമായി നമസ്കരിച്ച മഹാനായ അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു, ആ മഹാനായ സ്വഹാബിയോട് മകൻ ചോദിക്കുകയാണ്, വാപ്പാ
ഈ ചില ആൾക്കാരൊക്കെ പള്ളികളിൽ സുബ്ഹ് നമസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നുണ്ടല്ലോ വാപ്പ, എന്താണ് അങ്ങയുടെ അഭിപ്രായം? കാരണം അങ്ങ് നബിക്ക് പിന്നിൽ നിന്നുകൊണ്ട് മഅ്മൂമായി നമസ്കരിച്ചയാളാ, ഖലീഫമാരുടെ പിന്നിൽ നിന്ന് മഅ്മൂമായി നമസ്കരിച്ചയാളാ, എന്താണ് വാപ്പ അങ്ങയുടെ അഭിപ്രായമെന്ന് അബീ മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ, യാ ബുനയ്യ, പൊന്നു മോനെ, ഇന്നഹാ ബിദ്അത്തുൻ, ഇന്നഹാ ബിദ്അത്തുൻ. എത്ര ഗ്രന്ഥങ്ങളിലാണ് ഈ സംഭവം വന്നിട്ടുള്ളത്? അംഗീകരിക്കുമോ ഇവർ? അംഗീകരിക്കുമോ? അതുകൊണ്ട് ബിദ്അത്തുകാരെ മാറ്റി നിർത്തണം, ബിദ്അത്തുകാരുമായി സഹകരിക്കരുത് എന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ ബിദ്അത്തുകാർ. മോഷണം ചെയ്തുകൊണ്ട് ഓടുന്നവൻ വിളിച്ചു പറയുകയാണ് കള്ളൻ കള്ളൻ. ഏറ്റവും വലിയ കള്ളന്മാർ ഇവരാണ്, ഇസ്ലാമിലെ കള്ളന്മാർ. മതം പഠിപ്പിക്കാത്ത ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഈ കേരള യാത്രകളിൽ കൂടി ബിദ്അത്തിന്റെ ഗൗരവം പറയുന്നത്. നല്ല ഉദാഹരണം വേറെയുണ്ട് ഇവരെ കുറിച്ച്. അള്ളാഹുവിന്റെ പ്രവാചകർ പഠിപ്പിക്കാത്ത ഇത് ചെറിയൊരു ഉദാഹരണങ്ങൾ മാത്രം. എത്രയെത്ര ഇബാദത്തുകളാണ് ഇവർ പ്രവാചകർ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, നെല്ലും പതിരും വേറിട്ട് കുറച്ചൊക്കെ പ്രയാസമാണ് സഹോദരങ്ങളെ. നാടല്ലേ, പണ്ഡിതനല്ലേ, കൂട്ടായ്മയല്ലേ, ആചാരമല്ലേ, മുൻഗാമികളല്ലേ, ഇതൊന്നും ഇസ്ലാമിന്റെ വഴിത്താരയല്ല. ഇതൊന്നും പരലോകത്ത് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ സാധ്യമല്ല. ഓരോരുത്തരെയും വിളിച്ചുകൊണ്ടുള്ള ആ ചോദ്യത്തിന് ഓരോരുത്തരും കൃത്യമായി മറുപടി പറയണം. ആ നാടിന്റെ പിൻബലം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയൂല, തലപ്പാവിന്റെ നീളം കൊണ്ട് അവിടെ രക്ഷപ്പെടാൻ കഴിയൂല. അവിടെ അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം. അതാണ് റബ്ബ് തആല നമുക്ക് മറ്റാർക്കും നൽകാത്ത വിശേഷണ ബുദ്ധി നമുക്ക് നൽകിയത്. ചിന്തിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ പ്രാവർത്തികമാക്കുവാനും അമലി സ്വാലിഹാത്തുകൾ ചെയ്യുവാനും. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.